ഇന്ന് നമുക്ക് ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ചോറിലേക്കൊക്കെ പറ്റിയ ഒരു നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു ഉരുളൻകിഴങ്ങും നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കായം പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊരു വിസിൽ വരുന്ന വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം സവാളയും 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അത് വാടി വരുമ്പോൾ അതിലേക്ക് മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് വാട്ടി കൊടുക്കാം. പിന്നെ ഇടുന്നത് വഴുതനങ്ങയും വെണ്ടക്കായാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. വല്ലാണ്ട് നിങ്ങളുടെ വാടി വറുത്ത പോലെ ആവണ്ട, നന്നായിട്ട് വാടി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 4 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സാമ്പാർ പൊടിയാണ്. അപ്പം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇനി ഞാനതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെന്ത് വന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി നമുക്ക് ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണിത്. ഇനി നമുക്കതിലേക്ക് ഞാൻ വലിയൊരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം തക്കാളി പെട്ടെന്ന് കേടാവുന്നതാണ്. നമ്മൾ അധികം തിളപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ പെട്ടെന്ന് കേടാവും. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ശർക്കര ഇട്ട് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വരും. നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 സ്പൂണ് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.